ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ് കേട്ടോ. നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ആൻസർ കീ ആണ്. അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവർ തന്ന ആൻസർ കീയിൽ എങ്ങനെയാണ് ഓരോന്നും എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കീ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആയിരുന്നു. Market segmentation is the process of dividing a broad consumer or business market, typically consisting of existing and potential customers, into subgroups of consumers based on some type of shared characteristics. നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുക മാർക്കറ്റിനെ. ടോട്ടൽ കൺസ്യൂമേഴ്സ് എത്ര ഉണ്ടോ അതിൽ ഏതെങ്കിലും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ദീസ് സെഗ്മെൻറ്റ്സ് ക്യാൻ ബി ബേസ്ഡ് ഓൺ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാമെന്നില്ലെങ്കിൽ ആ ഒരു പ്രദേശം ജോഗ്രഫിക്കൽ ഏരിയനെ ബേസ് ചെയ്തിട്ട് ഡെമോഗ്രാഫിക്, അവിടുത്തെ ജനസംഖ്യ, സൈക്കോഗ്രാഫിക് ആയിട്ടുള്ള കാര്യം, ബിഹേവിയറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് അവരെ സെഗ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എന്തിനാണ് അങ്ങനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്? ആ ഓരോ സെഗ്മെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സേവനങ്ങളോ സാധനങ്ങളോ ഒക്കെ അവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റിംഗ് എന്താണ്? ഈസ് ദ ബിസിനസ് പ്രോസസ് ഓഫ് പ്രൊമോട്ടിംഗ് ആൻഡ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. പ്രൊഡക്ട്സോ സർവീസസോ പ്രൊമോട്ട് ചെയ്യുക, സെല്ല് ചെയ്യുക തന്നെയാണ് മാർക്കറ്റിംഗ്. അതിൽ എന്തൊക്കെ വരും? മാർക്കറ്റ് റിസർച്ച്, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വരും, ആൻഡ് കൺസ്യൂമറുടെ നീഡ്സും അവരുടെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ദാറ്റ് വാല്യൂ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന്, ആൻഡ് മീറ്റ് ചെയ്യുക നീഡ്സ് ഓഫ് ദ ടാർഗറ്റ് മാർക്കറ്റ്. മീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ്, ultimately aiming the meet the needs of the target market in a way that benefit both the business and the consumer. മൂന്നാമത്തെ ക്വസ്റ്റിൽ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്താണെന്നുള്ളത്. ആ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു കമ്പനിയുടെ എബിലിറ്റീനെ, അതായത് എങ്ങനെയാണ് സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ഒരു ടാർഗറ്റ് കസ്റ്റമറുമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതുള്ള ആ എബിലിറ്റീനെ എൻഹാൻസ് ചെയ്യാം. അതിൽ മാക്രോ എൻവയോൺമെൻറ്റ് വരുന്നുണ്ട്. മാക്രോ എൻവയോൺമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് പുറത്തുള്ള കാര്യങ്ങൾ, എക്കണോമിക്കും പൊളിറ്റിക്കൽ സോഷ്യൽ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷനിൽ പഠിച്ച പോയിന്റ്, അതായത് പെസ്റ്റൽ അനാലിസിസ് ഒക്കെ അതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് ആണ്. പിന്നെ മൈക്രോ എൻവയോൺമെൻറ്റ് പറഞ്ഞാൽ വിത്തിൻ ദ കമ്പനിയുടെ ഉള്ളിൽ വരുന്നത്, അതായത് ഇന്റേണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റും സപ്ലയറും കസ്റ്റമറും കോമ്പറ്റീറ്റേഴ്സും പബ്ലിക് പെർസെപ്ഷനും ഒക്കെയാണ് അതിൽ വരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈപ്പ് ഓഫ് പെർഫോമൻസ് ബേസ്ഡ് മാർക്കറ്റിംഗ് ആണ്. ഇവർ ബിസിനസ് റിവാർഡ്സ് അഫിലിയേറ്റ് ഫോർ ഈച്ച് കസ്റ്റമർ ബ്രോട്ട് അബൌട്ട് ദ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എഫേർട്സ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. യൂട്യൂബേഴ്സ് എല്ലാം ചെയ്യുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഏതെങ്കിലും ഒരു കമ്പനി ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരിലൂടെ ആ പ്രോഡക്റ്റ് വിറ്റഴിക്കുക. അങ്ങനെ വരുമ്പം ഒരു ചെറിയ കമ്മീഷൻ അവർക്കും കൂടി കിട്ടുന്നുണ്ട്. അഫിലിയേറ്റ് ടിപ്പിക്കലി ആണ് എ കമ്മീഷൻ ഫോർ ഡ്രൈവിംഗ് ട്രാഫിക് ഓർ സെയിൽസ് ടു ദ മെർച്ചൻസ് വെബ്സൈറ്റ് ത്രൂ ദ ലിങ്ക്സ് ആഡ്സ് ഓർ പ്രൊമോഷണൽ കണ്ടന്റ്. അവരുടെ ആ ഒരു മെർച്ചൻ്റ് ആരാണോ അവരുടെ വെബ്സൈറ്റ് വഴിയാണ് ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് അവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ്, അപ്പോൾ അതിൽ സർവീസ് എന്താണെന്നാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആണ്, നമുക്ക് ഒരിക്കലും കാണാനോ അത് സ്വന്തമായിട്ട് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുക, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ് ഓൺ ചെയ്യാൻ പറ്റുന്നത് എന്നാൽ ടച്ച് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് സർവീസ് സേവനങ്ങൾ എന്ന് പറയുന്നത്. ടിപ്പിക്കലി അത് പ്രൊവൈഡ് ചെയ്യുന്നത് മനുഷ്യരിലൂടെയോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഫേർട്ടിലൂടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് വരുന്ന ഡെലിവറി പ്രോസസ്സ് എല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ആൻഡ് ആറാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഫിലോസഫി ദാറ്റ് അസ്യൂംസ് കൺസ്യൂമേഴ്സ് പ്രിഫേഴ്സ് പ്രോഡക്ട്സ് ദാറ്റ് ആർ വൈഡ്ലി അവൈലബിൾ ആൻഡ് അഫോർഡബിൾ. നമുക്ക് എല്ലാവിടെയും ലഭ്യമാവുന്നതും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കിട്ടുന്നതിനെ തന്നെയാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കമ്പനീസ് എപ്പോഴും ഈ ഒരു കൺസെപ്റ്റ് മെയിനായിട്ട് ഫോക്കസ് ഓൺ മാസ് പ്രൊഡക്ഷൻ, വൻതോതിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിനൊക്കെയാണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എഫിഷ്യൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊഡ്യൂസ് ഗുഡ്സ് അറ്റ് ലോവർ കോസ്റ്റ്. ഒരുപാട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ അവിടെ സാധിക്കും, അതിൻ്റെ അവൈലബിലിറ്റി കൂടും, ആൻഡ് എല്ലാവരുടെയും കൺസ്യൂമേഴ്സിന് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് വേറൊരു പ്രത്യേകത.
ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ പ്രൊമോഷൻ മിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് പ്രൊമോഷണൽ ടൂൾസ് ഓർ മെത്തേഡ്സ് ദാറ്റ് എ കമ്പനി യൂസസ് ടു പ്രൊമോട്ട് ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ സർവീസസ്. ഇനി ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രൊമോഷൻ മിക്സ്. ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, അതിനുള്ള ടൂൾസ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ടിപ്പിക്കലി അത് എന്താ നമ്മൾ യൂസ് ചെയ്യാറുള്ള അഡ്വർടൈസിങ് തന്നെയാണ്. സെയിൽസ് പ്രൊമോഷൻസ് കൊടുക്കാറുണ്ട്, പബ്ലിക് റിലേഷൻ, പേഴ്സണൽ സെല്ലിങ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് എല്ലാം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദ ഗോൾ ഈസ് ടു റീച്ച് ടാർഗറ്റ് കസ്റ്റമേഴ്സ്. ഒറ്റ ലക്ഷ്യമുള്ളൂ, ആരാണോ ഇതിന് ആവശ്യക്കാർ അവരിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റിൻ്റെ വാല്യൂ പ്രൊപ്പോസിഷൻ പറയുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും നമ്പർ ഓഫ് ഇൻ്റർമീഡിയറി ഉൾക്കൊള്ളുന്ന ലെവൽസ് ഏതൊക്കെയാണ്. അതിൽ ഫസ്റ്റ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് കറക്റ്റായിട്ട് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു, നേരിട്ട് തന്നെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു, അത് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. അവിടെ ഒരു ഇൻ്റർമീഡിയറി ഇല്ല, പ്രൊഡ്യൂസർ സെൽ ചെയ്യുക കൺസ്യൂമർക്ക് ഡയറക്റ്റ് ആയിട്ട്. ഇനി രണ്ടാമത്തെ പറഞ്ഞാൽ വൺ ലെവൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഒരു ഇൻ്റർമീഡിയറി ഇടയിലുണ്ടായിരിക്കും, ഒരു റീറ്റെയിലർ മാത്രമേ ഉണ്ടായിരിക്കും. 2 ലെവൽ വരുമ്പം അവിടെ 2 ഇൻ്റർമീഡിയറി വരും, അതായത് ഹോൾസെയിലറും റീറ്റെയിലറും. 3 ലെവൽ വരുന്ന സമയത്ത് അവിടെ ഒരു ഏജൻറ്റ് കൂടി വരും, ഹോൾസെയിലറും റീറ്റെയിലറും കൂടി വരും. ഇതാണ് ആ ഒരു ലെവൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഒൻപതാമത്തേൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജിക് അപ്രോച്ചാണത്. കൂടുതലായിട്ട് ആക്ടിവിറ്റീസിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആൻഡ് വേരിയസ് പ്ലാറ്റ്ഫോംസ് ടു ഡെലിവർ എ കൺസിസ്റ്റൻ്റ് ആൻഡ് യൂണിഫൈഡ് മെസ്സേജ് ടു ദ ടാർഗറ്റ് ഓഡിയൻസ്. ആർക്കാണോ നമ്മളിതെല്ലാം എത്തിക്കേണ്ടത് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. IMCയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണത്? ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ്. പ്രൊമോഷണൽ ടൂൾസ്, അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവും, പബ്ലിക് റിലേഷൻ ഉണ്ടാവും, സോഷ്യൽ മീഡിയ, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, സെയിൽസ് പ്രൊമോഷൻ ഇൻടു കൊഹസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. പത്താമത്തെ ക്വസ്റ്റിൽ ചോദിച്ച കൺസ്യൂമർ ബിഹേവിയർ ആണ്. പ്രധാനമായിട്ടും നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ് എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽസും ഡിസിഷൻസ് എടുക്കുന്നത്. അവരുടെ കയ്യിലുള്ള റിസോഴ്സ്, അവരുടെ കയ്യിലത്തെ റിസോഴ്സ് പറഞ്ഞപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ വേണം, നമുക്കതിന് സമയം വേണം, അതിന് വേണ്ടിയിട്ടൊരു എഫേർട്ട് നമ്മൾ എടുക്കണം. ഈ 3 റിസോഴ്സിനെ എങ്ങനെയാണോ ഒരു കസ്റ്റമർ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നത് സ്റ്റഡി ചെയ്യുന്നതിനെ തന്നെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് സൈക്കോളജിക്കലായിട്ടും സോഷ്യൽ ഇമോഷണൽ ഫാക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. കൺസ്യൂമർ ഒരു സാധനം വാങ്ങുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ അവരുടെ ചിന്തകൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡ്, പ്രിഫറൻസ്, ബൈയിങ് ഹാബിറ്റുകൾ, ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചർ, സോഷ്യൽ ട്രെൻഡ്, ഇതെല്ലാം ബാധിക്കുന്നുണ്ട് അവരുടെ ബൈയിങ് ഡെസിഷനെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പോർഷനിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 10 ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സീലിംഗ് ഒക്കെ ഉണ്ട്, 24 മാർക്സ് വരെ കിട്ടുള്ളൂ. ആൻഡ് ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. അഡ്വാൻറ്റേജ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജും ഡ്രോബാക്കും, ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഗ്ലോബൽ റീച്ച്, എവിടെയും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുക, വളരെ കോസ്റ്റ് കുറവാണ്, മെഷറബിൾ ആണ് റിസൾട്ട് ഒക്കെ, എഫക്റ്റീവായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും, എൻഗേജ് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഇംപ്രൂവ്ഡ് കൺവേർഷൻ റേറ്റ് ആണ്, സോഷ്യൽ കറൻസി, ഗ്രേറ്റർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾ പോയിന്റ് എഴുതണം, അതിൻ്റെ എക്സ്പാൻഷനും എഴുതണം കേട്ടോ, എക്സ്പ്ലനേഷനും എഴുതണം. ഇനി ഡ്രോബാക്കും കൂടി ചോദിച്ചിട്ടുണ്ട്. ഇൻറ്റൻസ് കോമ്പറ്റീഷൻ, തീവ്രമായിട്ട് ഇങ്ങനെ എല്ലാവരും ചെയ്യുമ്പം അതിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോണിറ്ററിങ് എപ്പോഴും ആവശ്യമായിട്ട് വരും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. സെക്യൂരിറ്റി പ്രൈവസി കൺസേൺസ് ഒക്കെ ഉണ്ടാവും, ടെക്നിക്കലായിട്ടുള്ള ചലഞ്ചസ് ഉണ്ടാവും, ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും ടെക്നോളജീനാണ്. ഓവർവെൽമിങ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ. ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അവിടെ കുറവായിരിക്കും. ആഡ് ഫാറ്റിഗ് ആൻഡ് ബ്ലൈൻഡ്നെസ്, റിസ്ക് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീമെറിറ്റ് വരുന്നത്. അപ്പോൾ ഇത് ചോദിച്ച ക്വസ്റ്റിൻ്റെ അഡ്വാൻറ്റേജും ഇങ്ങനെയും എഴുതാം, പറ്റാവുന്ന ആൾക്കാരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിഫറൻസ് ആണ്. മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ നമുക്ക് 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ പോയിന്റുകൾ 7 പോയിന്റിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ആസ്പെക്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിൽ. ഒന്നാമത്തത് സ്കോപ്പിൻ്റെ ബേസിലാണ്. മാർക്കറ്റിംഗ് നാരോ ആണ്, സെല്ലിങ് ബ്രോഡായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. രണ്ടാമത്തെ ഫോക്കസ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സെയിലാണ് മാർക്കറ്റിംഗ് പറയുമ്പോൾ. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം വാല്യൂ റിലേഷൻഷിപ്പും കൂടി അവിടെ വരും. മൂന്നാമത്തേൽ അപ്രോച്ചാണ്, ഇത് പുഷ് ഓറിയൻറ്റഡ് അപ്രോച്ചാണ് മാർക്കറ്റിംഗ്. പക്ഷേ സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് പുൾ ഓറിയൻറ്റഡ് ആണ്, കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് ആകർഷിക്കുക. പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താ, കസ്റ്റമറിനെ പുഷ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കസ്റ്റമർ ഫോക്കസ്ഡ് ബേസ്ഡ്, ട്രാൻസാക്ഷൻ ബേസ്ഡ് ആണ്, അത് ഇൻഡിവിജ്വൽ ആണ്. ഇവിടെ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ആറാമത്തിൽ ആക്ടിവിറ്റിയുടെ ബേസിൽ പേഴ്സണൽ സെല്ലിങ്ങും നെഗോഷിയേഷനും ഒക്കെ ഉണ്ട്. മാർക്കറ്റ് റിസർച്ചും അഡ്വർടൈസിങ്ങും സോഷ്യൽ മീഡിയ പ്രൊമോഷനും ഒക്കെ സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും.
ഏഴാമത്തെ ടൈം ഫ്രെയിം ഷോർട്ട് ടേമിലേക്കാണ് മാർക്കറ്റിംഗ് എപ്പോഴും. സെല്ലിംഗ് എന്ന് പറയുന്നത് ലോങ് ടേം പ്രോസസ്സാണ്. അപ്പോൾ ഈ പോയിന്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾ എന്താണോ പഠിച്ചിരിക്കുന്ന ആ ഡിഫറൻസുകൾ അത് എഴുതിയാൽ മതി, ഉള്ള പോയിന്റിൽ എഴുതിയാലും മതി. ഇതിൽ തന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. 13ാമത്തെ ക്വസ്റ്റ്യനിൽ കൺസ്യൂമർ ബൈയിങ് പ്രോസസ്സ് ചോദിക്കുന്നുണ്ട്. അതിൽ ആ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് എഴുതി. ബിഫോർ ഒരു പർച്ചേസ് ഡെസിഷൻ എടുക്കുന്നതിന് മുന്നുള്ള ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന് പ്രോബ്ലം റെക്കഗ്നീഷൻ ആണ്, ഇൻഫർമേഷൻ സെർച്ച്, ഇവാലുവേറ്റ് ചെയ്യുക, പർച്ചേസ് ഡെസിഷൻ എടുക്കുക, പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. ഇത് പോയിന്റ് മാത്രം എഴുതിയാൽ പോരാ, എക്സ്പ്ലെയിൻ ചെയ്യണം. 14ാമത്തെ ക്വസ്റ്റ്യനിൽ അഡ്വാൻറ്റേജ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ്. നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ നന്നായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും മാർക്കറ്റിംഗ് എഫേർട്ടിനെ. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യാം, ഇൻക്രീസ്ഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്, മോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഷെയർ, ബെറ്റർ പൊസിഷനിങ്, പ്രൈസിംഗ് ഓപ്റ്റിമൈസേഷൻ, എൻഹാൻസ്ഡ് കസ്റ്റമർ ലോയൽറ്റി, ഈസിയർ മാർക്കറ്റ് എക്സ്പാൻഷൻ. ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജുകൾ. 15ാമത്തെ ക്വസ്റ്റ്യനിൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജ്, മെല്ലെ അത് വളർച്ച പ്രാപിക്കുക, ഒരു പരിധി എത്തുമ്പോൾ അത് മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നു, അത് സ്റ്റേബിൾ ആവുന്നു, പിന്നെ അത് മെല്ലെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും, പിന്നെ എക്സ്റ്റിങ്ഷൻ സ്റ്റേജാണ്. പിന്നെ അത് നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ അതോടുകൂടി അവസാനിക്കണം, അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയതായിട്ട് അത് കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ളൊരു അവസരത്തിലേക്ക് എത്തിക്കാറുള്ളത്. 16ാമത്തെ ക്വസ്റ്റ്യനിൽ സർവീസ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫിസിക്കൽ ഗുഡ്സ് ആണത്. അതിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സർവീസിനുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ, നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഇൻസെപ്പറബിൾ, നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല. വേരിയബിലിറ്റി, ഹെട്രോജിനിറ്റി ഉണ്ടായിരിക്കാം, ഒന്നൊന്നിനോട് വ്യത്യസ്തത പുലർത്താൻ. പെരിഷബിലിറ്റി, ഓണർഷിപ്പ്, കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ, ഇതെല്ലാം സർവീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. സൊസൈറ്റിക്ക് വൻ തോതിൽ പ്രോഡക്റ്റും സർവീസുകളൊക്കെ വന്നത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ബെനിഫിറ്റിൽ പറഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും, എക്കണോമിക് ഗ്രോത്ത് എൻകറേജ് ചെയ്യുക, കോമ്പറ്റീഷനെ സപ്പോർട്ട് ചെയ്യുക, ഇന്നോവേഷൻ ആൻഡ് പ്രോഗ്രസ്സിനെ ഇംപ്രൂവ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ, കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് അവയർനെസ് ഉണ്ടാവുക, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആൻഡ് എംപവർമെൻറ്റ് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ട്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യനിൽ BCG മെട്രിക്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് മെട്രിക്സ് ആണത്. സ്ട്രാറ്റജിക് ടൂള് യൂസ് ചെയ്തിട്ട് ബിസിനസ്സിനെ അനലൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക പൊട്ടൻഷ്യൽ ഓഫ് ഫോർ ദെയർ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ഡിസൈഡ് വേർ ടു അലോക്കേറ്റ് റിസോഴ്സ് ആൻഡ് പ്രയോറിറ്റൈസ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് ഗ്രോത്ത് ആൻഡ് മാർക്കറ്റ് ഷെയർ. ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെട്രിക്സ് ചെയ്യുന്നത്. മെട്രിക്സിൽ പ്രധാനമായിട്ടും കാറ്റഗറൈസ് ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. 4 കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട്, 2 ഡയമെൻഷനും. ആദ്യത്തേത് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ആണ്, റേറ്റ് അറ്റ് വിച്ച് മാർക്കറ്റ് ഫോർ ദ പ്രൊഡക്റ്റ് ഈസ് ഗ്രോയിങ്. രണ്ടാമത്തെ റിലേറ്റീവ് മാർക്കറ്റ് ഷെയർ ആണ്, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഷെയർ ഇൻ ദ കമ്പാരിസൺ ടു ദ ലാർജസ്റ്റ് കോമ്പറ്റീറ്റർ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഇതാണ് ആ 4 കാര്യങ്ങൾ കാറ്റഗറൈസ് ചെയ്തിരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു ബേസിസിലാണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഗ്രോത്ത് കൂടുതലും മാർക്കറ്റ് ഷെയർ കൂടുതൽ, കണ്ടിന്യൂ ടു ഇൻവെസ്റ്റ് ആൻഡ് ഗ്രോ. കമ്പനി എക്സാമ്പിൾ പറയാം, ടെസ്ല കമ്പനി, ഇലക്ട്രിക് വെഹിക്കിൾസ്, ഐഫോണൊക്കെ. ക്യാഷ് കൗ എന്ന് പറയുമ്പം മാർക്കറ്റ് ഗ്രോത്ത് കുറവാണ്, പക്ഷേ മാർക്കറ്റ് ഷെയർ കൂടുതലാണ്. മാക്സിമൈസ് ചെയ്യാൻ പറ്റും പ്രോഫിറ്റിനെ, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ അവിടെ കുറവായിരിക്കും. അതിൻ്റെ കമ്പനിയാണ് കൊക്കക്കോള, മൈക്രോസോഫ്റ്റ്, ഓഫീസ് സ്യൂട്ടൊക്കെ. പിന്നെ ക്വസ്റ്റ്യൻ മാർക്സ് ആണ് അടുത്ത്. ഹൈ മാർക്കറ്റ് ഗ്രോത്ത് ഉണ്ട്, മാർക്കറ്റ് ഷെയർ വളരെ കുറവായിരിക്കും. ഇൻവെസ്റ്റ് ചെയ്യാം ടു ഗ്രോ മാർക്കറ്റ് ഷെയർ, അത് വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഗൂഗിള്, പിക്സൽ, ആമസോൺ, എക്കോ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. 4ാമത്തെ ആണ് ഡോഗ്സ്, അതായത് മാർക്കറ്റ് ഗ്രോത്ത് കുറവാണ്, മാർക്കറ്റ് ഷെയറും കുറവാണ്. അപ്പോൾ ഡിവെസ്റ്റ്മെൻ്റ് ആണ് അവിടെ, ഡിസ്കണ്ടിന്യൂഷനൊക്കെയുള്ള സാധ്യത. ബ്ലാക്ക്ബെറി, കൊഡാക്, ഫിലിം ക്യാമറാസ്, ഇതൊക്കെ. പാർട്ട് സി എന്ന് പറയുന്നത് essay ക്വസ്റ്റ്യൻ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യനിൽ വന്ന ക്വസ്റ്റ്യൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് പ്രൈസിങ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാലോ, ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുന്ന സമയത്ത് അതിന് തുല്യമായ എമൗണ്ട് അവരിങ്ങോട്ട് വാങ്ങുക, അല്ലെങ്കിൽ അതിനുള്ള വില നിശ്ചയിക്കുക അല്ലേ. അതൊരു ക്രിട്ടിക്കൽ എലമെൻറ്റ് തന്നെയാണ് മാർക്കറ്റിംഗ് മിക്സിൽ. അതായത് 4 മാർക്കറ്റിംഗ് മിക്സ് ഉണ്ട്, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷനൊക്കെ. അതിൽ ഒരു എലമെൻ്റ് ആണ് പ്രൈസിങ് എന്ന് പറയുന്നത്. പ്ലേസ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ പൊസിഷനിങ് എ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്, ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിറ്റർമിനിങ് എ കമ്പനീസ് പ്രോഫിറ്റബിലിറ്റി,
വേരിയസ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ക്യാൻ ബി യൂസ് ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പനീസ് ഒബ്ജക്റ്റീവ്, മാർക്കറ്റ് കണ്ടീഷൻ, ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പല പ്രൈസിങ്ങും ഫിക്സ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്, വാല്യൂ ബേസ്ഡ്, കോമ്പറ്റീഷൻ ബേസ്ഡ്, പെനിട്രേഷൻ പ്രൈസിങ്, സ്കിമ്മിംഗ് പ്രൈസിങ്, സൈക്കോളജിക്കൽ പ്രൈസിങ്, ഡൈനാമിക് പ്രൈസിങ്, ബണ്ടിൽ പ്രൈസിങ്, ഫ്രീമിയം പ്രൈസിങ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അവിടെ വേരിയസ് ടൂൾസ് ആൻഡ് ചാനൽസ് യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ടാർഗറ്റ് ഓഡിയൻസിനെ, പ്രൊമോട്ട് ചെയ്യുക അവരുടെ ബ്രാൻഡിനെ, നല്ലൊരു മെസ്സേജ് ഡെലിവർ ചെയ്യുക അവരുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും കുറിച്ച്. ഈ എല്ലാ എലമെൻസും കൂടി ചേർന്നുകൊണ്ട് ഒരു ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി കൊണ്ടുവരിക. മെയിൻ എലമെൻറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സിൽ അഡ്വർടൈസിങ്ങും സെയിൽസ് പ്രൊമോഷനും പബ്ലിക് റിലേഷനും പേഴ്സണൽ സെല്ലിങ്ങും അതേപോലെ തന്നെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങും പിന്നെ ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെയാണ് വരുന്നത്. പിന്നെ സ്പോൺസർഷിപ്പ് ആൻഡ് ഈവൻറ്റ് മാർക്കറ്റിംഗ്, വേർഡ് ഓഫ് മൗത്ത് ആൻഡ് ബസ് മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിങ്ങിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഇനി രണ്ടാമത് എക്സാം എഴുതുന്ന ഒരാൾക്കാർക്ക് കൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോയിട്ടില്ല. ഈ ഒരു വീഡിയോ ചിലപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇനി വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലിലെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാം പ്രാവശ്യം ഇപ്പോൾ എക്സാം എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് നോക്കി പഠിച്ച് പോവുക. പിന്നെ എഴുതേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരുടെ തന്നെ ആൻസർ കീ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ തന്നൊരു ആൻസർ കീ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇവിടെ കാണിക്കാനുള്ളൊരു കാരണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്